മക്കളെ ഇങ്ങോട്ട് വായോ, ഓടി വായോ. നിങ്ങളൊരു കാര്യം പറഞ്ഞു തരാനാ. മക്കളെ സുഖമാണോ? ഈസ്റ്ററിന് എല്ലാവരും ഒരുങ്ങിയോ? നിങ്ങൾക്ക് സമ്മാനം ഇഷ്ടാണോ? ആർക്കെങ്കിലും സമ്മാനം ഇഷ്ടമില്ലാത്തതുണ്ടോ? ആർക്കാ സമ്മാനം കൊടുക്കുക നമ്മള്? ഏറ്റവും സ്നേഹമുള്ളവർക്ക്. നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പിതാവായ ദൈവം നമുക്കൊരു സമ്മാനം തന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമ്മെ ഏറ്റവും അധികം സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വർണ്ണ ലിപികളിലെ ഗിഫ്റ്റ് ബോക്സിൽ തന്നിട്ടുള്ളതല്ല സമ്മാന, പിന്നെയോ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഏകജാതൻ എന്ന് പറഞ്ഞ നിങ്ങക്ക് ആരാണ്, എന്താണെന്ന് വലുത് അറിയോ? ആകെയുള്ള ഒരു മകൻ അതിനെ നമുക്ക് തന്നു. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പാപം, നമ്മളൊക്കെ പാപികളാണ് അറിയോ? ആരെങ്കിലും പാപം ചെയ്യാത്തവരുണ്ടോ? ഇതുവരെ പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ പാപങ്ങളൊക്കെ ഈശോ ഏറ്റെടുത്തു. എന്നിട്ട് ഈശോ പീഡകൾ സഹിച്ചു. എന്തൊക്കെ പീഡകളാ ഈശോ സഹിച്ചത്? പിന്നെയോ പിന്നെ അതിന്റെ മുമ്പ് എന്ത് ചെയ്തു? ചാട്ടവാറുകൊണ്ട് അടിച്ചു. നമ്മള് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യില്ലേ, നുണ പറയില്ലേ, അടികൂടില്ലേ കളിക്കുമ്പോ? അപ്പോഴൊക്കെ ഈശോയെ വീണ്ടും വീണ്ടും കുരിശ് തറക്കുക, വീണ്ടും ആ ചാട്ടവാറുകൊണ്ട് അടിക്കുക. ഈശോയ്ക്ക് വേദനിക്കില്ലേ? അതൊക്കെ സഹിച്ചിട്ട് എന്നിട്ട് അവസാനം എന്തുണ്ടായത്? മരിച്ചു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഈശോ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് രക്ഷയുടെ വഴി തുറന്നു തന്നു. എന്തിന്റെ വഴി? വഴി തുറന്നു തന്നു. പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും പാപികളാണ്. പാപികളായ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാപമില്ലാത്തവൻ നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്തു, കുരിശ് മരിച്ചു, പീഡകൾ സഹിച്ചു, ഉത്ഥാനം ചെയ്തു. എല്ലാ ദുഃഖവെള്ളിയാഴ്ചകൾക്കും അപ്പുറത്ത് ഉയർപ്പിന്റെ ഒരു പുതുഞായറുണ്ടെന്ന് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന കൊച്ചു കൊച്ചു പ്രയാസങ്ങള്, വേദനകള് നമ്മളെല്ലാം പ്രത്യാശയോടുകൂടെ സഹിക്കുവാൻ നമുക്ക് ഉത്തേജനം നൽകുന്നു. അതാണ് ഈസ്റ്റർ.